ഷാഹിലയെക്കുറിച്ച് ലേറ്റസ്റ്റായിട്ട് ഒരു ന്യൂസാണ് കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോയതിൻ്റെ കാരണം ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. കുറേയധികം ഓൺലൈൻ മീഡിയാസ് അതൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു കാരണം അറിഞ്ഞിട്ട് പോലും ഇത് ഫേക്കാണ്, ചുമ്മാ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനാണെന്നുള്ള രീതിയിലടക്കമാണ് ഇപ്പോൾ ഈ ഒരു ഷാഹിലയ്ക്കെതിരെ സംസാരിക്കുന്നത് കുറേയധികം പേര്. എന്തായാലും ഞാനതെന്താണ് സംഭവം എന്നുള്ളത് ഇപ്പം ഈ ഒരു ഷാഹിലയുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഓൺലൈൻ മീഡിയാസ് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ മീഡിയാസാണ്. അവരുണ്ടെങ്കിൽ ഈ പുറത്ത് വിട്ട ഒരു ന്യൂസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക, ഹൈപ്പും ചെയ്തേക്കുക, ഷെയറും ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യമേ ഇനിയിപ്പോൾ ഷാഹിലയെ പറ്റി അറിയാത്ത കുറേയധികം പേരെങ്കിലും ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്കുണ്ടെങ്കിൽ ഷാഹില ആരാണ് എന്നുള്ള കാര്യം, പിന്നെ ഇഷ്യൂ എന്താണെന്നുള്ളതും കൂടി നമുക്കൊന്ന് ഫസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് എന്താണ് ഈ ഒരു ഷാഹിലയെ പറ്റി വരുന്ന ന്യൂസ്, ഷാഹില എന്താണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യം കൂടി പറയാമോ. ഫസ്റ്റ് ഈ ഒരു ഷാഹിലയുടെ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പുണ്ടെങ്കിൽ ഈ ഒരു ഷാഹിലയുടെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമായിരുന്നു. വന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഷാഹിലയെ പറ്റി ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു മോനെയും കാണാനില്ലായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് ഈ ഒരു ഭർത്താവ്. അതിനുശേഷം ബന്ധുക്കളെയും അതുപോലെ തന്നെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ടെങ്ങാനും വീട്ടിലേക്ക് വന്നോ എന്നറിയാൻ വേണ്ടി വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടേക്കൊന്നും ചെന്നില്ല എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പോലീസിന് പോയി ഈ ഒരു വ്യക്തി ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇവരെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഭയങ്കര വൈറലായിക്കൊണ്ടിരുന്നത്. കാരണം ഇവരെ പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1-2 ദിവസത്തിനുള്ളിൽ മനസ്സിലാവുന്നത് ഈ ഒരു ഷാഹിലയ്ക്കും കുട്ടിക്കും ഒന്നും പറ്റിയതോ ഒന്നും തന്നെയല്ല എന്നുള്ള രീതിയിൽ ഇവരുണ്ടെങ്കിൽ ഈ ഒരു ഷാഹില ഉണ്ടെങ്കിൽ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ളൊരു വാർത്തയാണ് പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിനെയും കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസും കൂടി കേട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു ഭർത്താവിന് പോലീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭർത്താവ് ആദ്യമേ വിചാരിച്ചത് ഈ ഒരു ഭാര്യയ്ക്കും കുട്ടിക്കും എന്തെങ്കിലും പറ്റിയോ എന്നുള്ള രീതിയിലാണ്. കാരണം ഈ ഒരു വൈഫിനെയും കുട്ടിയൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ വരുന്നതിന് മുമ്പേ വിളിച്ചു പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് കണക്ക് പോലീസിന് ഇത് കണക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒളിച്ചോടി പോയതാണ് എന്നുള്ള രീതിയിൽ. ഈ ഒരു ഒളിച്ചോടി പോയ വ്യക്തി, ആ ഒരു കൊണ്ടുപോയ ആളെന്ന് പറയുന്നത് ഇവരെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു ഷോപ്പ്, ഒരു മൊബൈൽ കട നടത്തുന്ന ഓണറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആണ് ഈ ഒരു ഷാഹില ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നത്. കുട്ടിയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കട നടത്തുന്ന ഓണറിനാണെങ്കിൽ വേറൊരു വൈഫുണ്ട്, 3 കുട്ടികളോളം ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെയും കൂടി ചതിച്ചിട്ടാണ് ഇവർ ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നത്. ഇത് അറിഞ്ഞതിന് ശേഷം ഭർത്താവ് മെയിനായിട്ട് മീഡിയാസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞൊരു കാര്യം, എനിക്ക് എൻ്റെ കുട്ടിയെ തിരിച്ച് കിട്ടണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു കുട്ടിയും ഇവരെയും കണ്ടുപിടിക്കാനായിരുന്നു പോലീസ് പിന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് കുറേയധികം വാർത്തകളൊക്കെ ഈ ഒരു ഷാഹിലയെ പറ്റിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് മറ്റു ചിലരാണെങ്കിൽ ഷാഹിലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹസ്ബൻഡിനെ ചതിച്ചിട്ടാണ് ഈ ഒരു വൈഫ് പോയിട്ടുണ്ടായിരുന്നത്. അതും കുഞ്ഞിനെയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് കുറേയധികം പേര് വീഡിയോസ് ഈ ഒരു ഷാഹിലയ്ക്കെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചെയ്ത് തെറ്റാണ് എന്നുള്ള രീതിയിൽ 2 കുടുംബവും കൂടി നശിപ്പിച്ചിട്ടാണ് 2 പേരും കൂടെ പോയത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുട്ടിയും കൊണ്ടുപോയി ആൾക്കാരെല്ലാം ഷാഹിലയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് മറ്റു ചിലർ ഷാഹിലയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയത്തില്ല എന്താണ് സംഭവം എന്നുള്ളത്, ഷാഹില അങ്ങനെ അങ്ങ് പോയതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടായിരിക്കും, ഒരു സ്ത്രീയും അങ്ങനെയൊന്നും ആരുടെ കൂടെയും പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് ന്യായീകരിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷാഹിലയ്ക്ക് ഈ ഒരു ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കാണും, അല്ലാതൊന്നും പോകത്തില്ല, കുഞ്ഞിനെയും കൊണ്ട് പോകണമെങ്കിൽ അതിനെന്തൊക്കെയോ കാരണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വേറെ ഈ ഒരു ഷാഹിലയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവർ ചോദിച്ചറിഞ്ഞു അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്ന രീതിയിൽ പോലെ കുറേ ന്യൂസ് പടർത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് സത്യാവസ്ഥ എന്താണെന്നും ഇപ്പോഴും അറിയത്തില്ല. ആ ഒരു കാര്യം അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാഹില ഉണ്ടെങ്കിൽ അങ്ങനെ ചുമ്മാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതോ ഒന്നും തന്നെയല്ല, അതിനൊക്കെ തക്കതായിട്ടുള്ള കാരണം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ കുറേയധികം പേര് ഷാഹിലയ്ക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു
വ്യക്തി ഉണ്ടല്ലോ, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ സ്നേഹവും കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു വൈഫ് നാട്ടിലാണല്ലോ നിന്നിട്ടുണ്ടായിരുന്നത്, ഭർത്താവ് ഗൾഫിലാണ്. ഈ സമയത്തുണ്ടെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ശാഖല ഇതുപോലൊരു തീരുമാനമെടുക്കുന്നത്, ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ഒരു വൈഫിന് പൈസ അയച്ചു കൊടുക്കുന്നതിന് പകരം സഹോദരിക്കാണ് ഈ ഒരു ഹസ്ബൻഡ് പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തത് എന്നുള്ള രീതിയിൽ കുറേയധികം പേര് വീഡിയോസിൽ ഞങ്ങളെ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു തെളിവും കാര്യങ്ങളും ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അവർ ജസ്റ്റ് ശാഖലയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു തെളിവും കാണിക്കാതെ ഈ ഒരു ഹസ്ബൻഡിനെയും കുടുംബത്തിനെയും കുറ്റം പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് ശാഖല സ്നേഹം കിട്ടാതെ, അതുപോലെ തന്നെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഈ ഒരു സഹോദരിയെ മൊത്തം പൈസ അയച്ചു കൊടുക്കുന്നു, ഇതൊക്കെ കൊണ്ട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പോയത് എന്നുള്ള രീതിയിൽ കുറേയധികം പേര് വീഡിയോസിൽ ഇങ്ങനെ വന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുറേയധികം പേരെങ്കിലും ഈ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യും. അവർ വീഡിയോ ചെയ്തപ്പം വിചാരിച്ച് ശാഖല ഇനി ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഓപ്പോസിറ്റാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോസിന് താഴെ വന്ന സ്ത്രീകൾ കമൻ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയമപരമായിട്ട് വേർപിരിയുക എന്നുള്ളൊരു കാര്യമാണ്. വേർപിരിഞ്ഞതിന് ശേഷമുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കല്യാണം കഴിച്ച് പോവുക, അതാണ് മാന്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഞങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്നേഹം കിട്ടാതിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ആരെങ്കിലും വിളിച്ച ഉടനെ ഇറങ്ങിപ്പോവും എന്നുള്ള അങ്ങനത്തുള്ള വ്യക്തിയോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ സ്ത്രീകൾ തന്നെ ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഇവർക്ക് ഈ ഒരു ശാഖലയെ സപ്പോർട്ട് ചെയ്തവർക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറയാൻ പാടില്ല, ഒരു സ്ത്രീ അങ്ങനെ ചെയ്യത്തില്ല, യഥാർത്ഥത്തിൽ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്കുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിൽ നിന്ന് വേറെ മാറി നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒളിച്ചോടി പോകുന്നതല്ല യഥാർത്ഥ കാര്യം, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് വീഡിയോസിനൊക്കെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഈ ഒരു കുട്ടിയും ശാഖലയൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യം. അങ്ങനെ പോലീസൊക്കെ കുറേയധികം തപ്പുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരെ കുറേയധികം CCTV ഫുട്ടേജും കാര്യങ്ങളും കിട്ടിയതെന്ന് പറഞ്ഞ് പോലീസ് അറിയിക്കുന്നതിൻ്റെ കുറേയധികം ന്യൂസ് ഓൺലൈൻ മീഡിയയിലുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ശാഖലയും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു കുട്ടിയെയും ശാഖലയും ഈ ഒരു കാമുകനെയും കൂടി ഒരിടത്തുനിന്ന് പിടികൂടുന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭർത്താവിൻ്റെ കുടുംബമൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് മെയിനായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഞങ്ങളുടെ കൂടെ കൊണ്ട് പോകണം, ഞങ്ങൾക്ക് തരണം എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു. അതുണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുകയും പോലീസ് ഉണ്ടെങ്കിൽ ഈ ഒരു കുട്ടി അച്ഛൻ്റെ കൂടെ തന്നെ പറഞ്ഞയക്കാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മെയിനായിട്ട് ഇനി ശാഖല എങ്ങോട്ട് പോകുമെന്നുള്ള രീതിയിലായിരുന്നു മെയിൻ ന്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്, ഈ ഒരു ശാഖലയും കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഇപ്പം ശാഖലയ്ക്ക് ഈ വ്യക്തിയുടെ കൂടെ പോകാൻ താല്പര്യമില്ലെന്നും സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ പോയി എന്നുള്ളൊരു കാര്യം കൂടിയാണ് അറിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇനി ശാഖലയെ വേണ്ട എന്നുള്ള രീതിയിൽ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ശാഖലയുടെ വീട്ടുകാർ ഇവരെ ഒന്നിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് താല്പര്യമില്ല, കുഞ്ഞിനെ കിട്ടിയത് മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാമുകൻ്റെ കാര്യമാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഇനി ജീവിക്കാൻ പറ്റില്ല എന്നാണ് ശാഖല പറഞ്ഞിട്ടുള്ളത്. ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ശാഖലയെ പറ്റി വരുന്നത് ഇതെന്തുമാത്രം സത്യമാണ് എന്നൊന്നും അറിയത്തില്ല. ശാഖല നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് അങ്ങനെ ഒളിച്ചോടി പോയതൊന്നുമല്ല. ശാഖല ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഇവൻ്റെ കടയിൽ ഫോൺ നന്നാക്കാൻ പോയി. അവിടെ ചെന്ന സമയത്ത് ഈ ഒരു ശാഖലയുടെ ഫോണിൽ ഇവർ പ്രൈവറ്റായിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവന് കിട്ടുകയും ഇവനുണ്ടെങ്കിൽ അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെയാണ് ഈ ഒരു ശാഖല ഉണ്ടെങ്കിൽ ഇവൻ്റെ കൂടെ പോയ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ന്യൂസ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതേ കണക്ക് പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു വ്യക്തി തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്ത്രീയെ ചതിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. അവിടെയും പല ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എന്തൊക്കെയോ വേറെ ഭാര്യയും മക്കളും അല്ല വേറെ റിലേഷനിലൊക്കെ നോക്കി ആൾക്കാരെ പറ്റിച്ചു എന്നുള്ള രീതിയിലും വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഉടനെ കൂടെ ഇറങ്ങിപ്പോയി ജീവിക്കുക എന്ന് പറയുന്നതൊന്നും അതൊക്കെ വലിയ ന്യായീകരണമാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കമൻ്റ് ഇടുന്നത്. ആ ഒരു ശാഖലയെ ന്യായീകരിക്കാൻ പുതിയ കുറേയധികം
കള്ളക്കഥകളുമായിട്ട് വന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ആൾക്കാർ പറയുന്നത് ശാഖല തെറ്റ് ചെയ്തു, അത് അങ്ങനെ തന്നെയാണ്, അല്ലാതെ അവരെ ന്യായീകരിക്കാൻ നിൽക്കേണ്ട. അവർ ചെയ്ത തെറ്റിന് അവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി ന്യായീകരണമായിട്ടൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വിഷയത്തിൽ നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്? ഈ ഒരു ശാഖലയുടെ കാര്യത്തിൽ ശാഖല ആൾക്കാർ പറയുന്ന പോലെ ഇതേണൊക്കെ ഒരു ഫോട്ടോസും കാര്യങ്ങളും കിട്ടി അത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പോയതാണോ, അല്ലാതെ ശാഖലയ്ക്ക് ഇഷ്ടമായിട്ട് തന്നെ പോയതാണോ? നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥ കാരണമെന്ന് തോന്നുന്നത്? മറക്കാത്ത കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.